സുസൻ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. എന്തു പറ്റി? ഒരു ചെറിയ ആക്സിഡന്റ്. കാണിച്ചേ നോക്കട്ടെ. ഓ, ഇത് ചെറിയൊരു സ്പ്രെയിൻ, കുഴപ്പമില്ല. എന്നിട്ട് ടോണി എവിടെ? ഇതുവരെ എഴുന്നേറ്റില്ലേ? അങ്ങനെ സംഭവിക്കാത്താണല്ലോ. അച്ഛൻ അച്ഛാ, എന്താ പേടിച്ചു പോയോ? മോള് പൊയ്ക്കോ, ഞാൻ അല്പം കൂടെ കിടക്കട്ടെ. ആഹാ, നല്ല ആളാ. മനുഷ്യനെ പേടിപ്പിച്ച് കളഞ്ഞല്ലോ. ശ്യാം, ഇന്ന് വേണ്ട, ആകെ ഒരു തളർച്ച. ശ്യാം പൊയ്ക്കോ. അച്ഛൻ ഒന്ന് എണീറ്റേ, എന്തൊരു കിടപ്പായത്. അല്ലാതെ പിന്നെ. സൂസൻ, പ്ലീസ് ശല്യപ്പെടുത്താതെ നീ ഒന്ന് പോകുന്നുണ്ടോ? ഞാനിവിടെ കിടന്നൊന്ന് ഒടുങ്ങിക്കോട്ടെ. അങ്ങനെ പറ്റില്ലല്ലോ അച്ഛാ. ഹലോ സൂസൻ, അതെ. റോഷൻ തന്നെ വിളിച്ചില്ലേ? അവൻ പറഞ്ഞതിനെ പറ്റി ആലോചിച്ചോ? ടേക്ക് എ ഗുഡ് ഡിസിഷൻ. ഓക്കേ 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 then bye. ആരാ? രഞ്ജിനി. അത് സ്വകാര്യ. ഞാൻ അവരുടെ കൂടെ നിന്ന റോഷന്റെ പപ്പയുടെ കോളേജിലെ MBAക്ക് ഒരു അഡ്മിഷൻ വാങ്ങി തരാന്ന്. നീ എന്ത് തീരുമാനിച്ചു? വെറുതെ ഒരു പ്രശ്നമാക്കണ്ട. ഈ സ്ഥിതിയിലൊരു ഓപ്പർച്യൂണിറ്റി കിട്ടിയ അവരൊക്കെ വലിയ പിടിപ്പുള്ള ആളുകളാ, വെറുപ്പിക്കണ്ട. കൊള്ളാം, നല്ല ഉപദേശം. ഈ അച്ഛനെ കൊണ്ട് തോറ്റു. അതുകളെ വേഗം എക്സസൈസ് കഴിഞ്ഞ് റെഡി ആയിക്കോ, ഒരു സർപ്രൈസ് എടുക്കുന്നുണ്ട്. സർപ്രൈസ്? ആ, ഇന്നേ എന്റെ വക. ഓക്കെ? Yes, you can do it. Come on, Tony, give a try. ദേവമാഷി പറഞ്ഞ പോലെ വാൻഗോഗിന്റെ പിൻഗാമി എല്ലാം നിർത്തുന്നെന്തിനാ? കമോൺ അച്ഛാ. ഇല്ല മോളെ, ബ്രഷ് ഒന്ന് സ്റ്റഡി ആയിട്ട് പിടിക്കാൻ പോലും എനിക്ക് പറ്റില്ല. ഇനിയൊരു പോർട്രേറ്റ് ഇംപോസിബിൾ. ആര് പറഞ്ഞു? ഡീറ്റെയിലിംഗ് ചെയ്യാൻ പറ്റില്ല എന്ന് കരുതി ഇനി വരച്ചിടാനൊന്നുമില്ലല്ലോ. All things are possible through Jesus Christ. നിറങ്ങൾ കാണാൻ വൈകല്യമുണ്ടായിരുന്ന വാൻഗോഗ് പോലും ആ വീക്ക്നെസ്സിനെ ഒരു കലാരൂപമാക്കിയില്ലേ? മഞ്ഞയും ബ്രൈറ്റ് കളേഴ്സും ഒക്കെ എടുത്തു കാണിക്കുന്ന അസുഖമായിരുന്നു വാൻഗോഗിന്, യെല്ലോ ടിന്റഡ് വിഷൻ. എന്നിട്ടെന്താ, അത് കാരണം അദ്ദേഹം പുതിയൊരു സ്റ്റൈൽ തന്നെ ഉണ്ടാക്കിയില്ലേ, എക്സ്പ്രഷനിസം. സ്റ്റാറി നൈറ്റ് പോലുള്ള ചിത്രങ്ങളിൽ യെല്ലോ യൂസ് ചെയ്തിരിക്കുന്നത് ഒന്ന് കാണേണ്ടത് തന്നെ. അച്ഛാ, ദേ ഇത് പിടിച്ചേ. ബ്രഷ് കൊണ്ട് ഫൈൻ സ്ട്രോക്സ് വരച്ചാൽ മാത്രമേ പെയിന്റിംഗ് ആവൂന്ന് ആരാ പറഞ്ഞേ? അത് ശരിയാ. മേ ബി ഗോഡ് വാണ്ട്സ് ടു യൂസ് യു ഡിഫറently. സുസൻ, വരട്ടെ. ഓക്കേ.
അച്ഛാ, you are a genius. അച്ഛാ, ഈ ഓയിൽ വർക്ക് റിയൽ ടാലന്റ് ആണല്ലേ? അച്ഛന്റെ നൈറ്റ് ട്രെയിൻ കണ്ടിട്ട് ഞങ്ങളുടെ ഫൈനാൻസിന്റെ ഹെഡ് ക്ലാസ്സിൽ എത്രയാ പുകഴ്ത്തിയെന്നറിയോ? ഇന്നാള് പെയിന്റ് കൊണ്ട് ചീത്ത എന്റെ ആ പോർട്രേറ്റ് ഇല്ലേ, അന്നത് കണ്ട് എത്ര പേര് അച്ഛന്റെ ഫാൻസ് ആയത്. അന്നത് ചീത്തയായപ്പോ എനിക്ക് ശരിക്കും വിഷമം വന്നതാ. പക്ഷെ ഇപ്പൊ അത് മാറി കേട്ടോ. ഇന്നാള് റോഷൻ കുറെ പെയിന്റിങ്സ് വെച്ചിരുന്നു അവന്റെ പപ്പയുടെ കടയിൽ വെക്കാൻ. ഏതായാലും അച്ഛൻ വീണ്ടും വരയ്ക്കാൻ തുടങ്ങിയല്ലോ. അക്രിലിക്കും വാട്ടർ കളർ ഒന്നും ചെയ്തില്ലെങ്കിലും സാരമില്ല, ഇത് മതി. അച്ഛൻ എന്തെങ്കിലും കുടിക്കാൻ വേണോ? വേണ്ട. എനിക്ക് ചെറിയൊരു തലവേദന. നീ ആ പേഴ്സിൽ നിന്ന് പൈസ എടുത്തോട്ട് പോയിട്ട് ക്രോസി വാങ്ങിയോ? ക്രോസ് മീറ്റി ഉണ്ടായിരുന്നല്ലോ അച്ഛൻ. അച്ഛാ, എന്തായി കാണിക്കുന്നേ? നീ പോയിക്കോ. അതിങ്ങത്താ ആ തോക്കിങ്ങിത്താ. അടുത്ത് പറയരുത്. അച്ഛാ, എന്റെ ജീവിതകാലം മുഴുവൻ ഞാൻ എന്തിനോ വേണ്ടി ആർക്കൊക്കെയോ വേണ്ടി പലതും ചെയ്തു. അങ്ങനെ ചെയ്താ ഞാൻ എന്തൊക്കെയോ ആയെന്ന് സ്വയം കരുതി. പക്ഷേ എല്ലാം ശരിയാവും. എന്ത് ശരിയാവുന്നു? ശരീരം പകുതി തളർന്നു, ബാക്കി കൂടി എപ്പോ വേണമെങ്കിലും അനങ്ങാതാവും. സകല ശക്തിയും കഴിവ് നശിച്ച് കൈകാലുകൾ തളർന്നു ഒന്ന് വരയ്ക്കാൻ പോലും ആവാതെ ഞാൻ സ്വന്തം കുഞ്ഞിനെ ഓർത്ത് കണ്ണൊന്ന് നനഞ്ഞു പോയ അത് തുടയ്ക്കാൻ പോലും പരസഹായം വേണ്ട ഒരുത്തിന്റെ വേദനയെ പറ്റി നിനക്കെന്ത് പുല്ലറിയാവടി? പൊയ്ക്കോടുന്നു. ഇല്ല, ഞാൻ പോകില്ല. പോകാനാ പറഞ്ഞത്? ഇല്ലെങ്കിൽ കൊല്ല്. എന്നിട്ട് അച്ഛനെ സത്തോ ഒരു നിധി പോലെ കാക്കണമെന്ന് പറഞ്ഞ് എന്നെ ഏൽപ്പിച്ചിട്ട് പോയതാ രണ്ടുപേര്. എന്നിട്ട് അച്ഛനില്ലാതെ അച്ഛന്റെ വീട് എന്നെ തടയുന്നത് നിനക്കെന്താ അധികാരം? അതിങ്ങ് തരാൻ. ഇല്ലെങ്കിൽ നീ എനിക്ക് ഉത്തരം താ. ഞാനെന്തിന് ഇങ്ങനെ ജീവിക്കണം? ഒന്നല്ല രണ്ട് ഉത്തരം തരാം. ഈ ലോകത്തിലേക്ക് ഏറ്റവും നന്നായിട്ട് എന്നെ വരയ്ക്കുന്ന എന്റെ അച്ഛനാ. ഞാൻ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും നല്ല ചിരി എന്റെ അച്ഛന്റെ. ഈ ലോകത്തിന് വേണം അച്ഛനെ. ഞങ്ങൾക്കും അച്ഛന് ഇനിയും ധാരാളം വരയ്ക്കാൻ കഴിയും. Can still make it colorful. അച്ഛന് വേണ്ടി എല്ലാവരും മനസ്സുരുകി പ്രാർത്ഥിക്കുക. ഇനി അതെല്ലാം ഒറ്റ നിമിഷം കൊണ്ട് വേണ്ടെന്ന് വെച്ച് എല്ലാം അവസാനിപ്പിക്കാനാണ് അച്ഛന് തോന്നുന്നെങ്കിൽ ഇതാ നിനക്ക് എപ്പോഴെങ്കിലും ഒരേ സമയത്ത് നിൽക്കണമെന്നും പോണമെന്നും ഒരുമിച്ച് തോന്നിയിട്ടുണ്ടോ? നീ എന്നെ തോൽപ്പിച്ചു കളഞ്ഞു. എന്തൊരു ശിക്ഷയത്! നശിച്ചൊരു അസുഖം. അസുഖം ഒരു ശിക്ഷയൊന്നുമല്ല അച്ഛാ. പിന്നെ എനിക്കെന്തിനത് വന്നു? ദൈവത്തിന്റെ മഹത്വം വെളിപ്പെടുത്താൻ. നമുക്ക് നാളെ ഒരിടം വരെ പോവാം.
ഒരാളെ പരിചയപ്പെടാം. ഈ ലോകത്തിലെ ഏറ്റവും സന്തോഷിതയായ പെൺകുട്ടിയെ. ആ ഏതായാലും ഇപ്പൊ എനിക്ക് എന്തെങ്കിലും രണ്ടെണ്ണം അകത്തോട്ട് ചെല്ലണം. ഒരു കാപ്പി എടുക്കട്ടെ അച്ഛാ? നീ എന്നെ അങ്ങനെ ഒറ്റയടിക്ക് നന്നാക്കാന്നൊന്നും വിചാരിക്കണ്ട. ഹലോ ശ്യാം, ഇതാരൊക്കെ വന്നിരിക്കുന്നത്? എന്തുണ്ട് വിശേഷം? സുഖം. ഇത് ടോണിച്ചൻ. ഞാൻ പറഞ്ഞിട്ടില്ലേ? അച്ഛനോട് ഞാൻ ചേച്ചിയുടെ ആത്മകഥയെ കുറിച്ച് പറയായിരുന്നു. അതെയോ? എന്റെ 5ാമത്തെ വയസ്സിൽ പോളിയോ വന്ന് കഴുത്തു മുതൽ നിശ്ചലമായ ശരീരമാണിത്. ഇന്നെനിക്ക് 52 വയസ്സുണ്ട്. ഇതേവരെ ഞാൻ എണീറ്റിട്ടില്ല. എങ്കിലും നിങ്ങളെപ്പോലുള്ളവരൊക്കെ എന്നെ കാണാൻ വരുമ്പോ ഐ ആം സോ ഹാപ്പി. Why are you so happy? അതും ഇങ്ങനൊരവസ്ഥയില്. ആദ്യമൊക്കെ പലതും ചെയ്യാനാവാത്ത കാരണം എനിക്ക് വലിയ നിരാശയായിരുന്നു. ചെറിയ കാര്യങ്ങൾ ലൈക്ക് പല്ല് തേക്കുക, മുടി ചെയ്യുക, അതുപോലും പറ്റിയില്ല. ആ പരാജയങ്ങളായിരുന്നു സത്യത്തിൽ മാറ്റത്തിന്റെ തുടക്കം. എനിക്ക് ഈ അവസ്ഥ വന്നതിനും ഒരു കാരണം കാണുമെന്ന് ഞാൻ ചിന്തിച്ചു. എല്ലാത്തിനും ഒരു കാരണമുണ്ടല്ലോ, ഒരർത്ഥവും ഉണ്ട്. നമ്മുടെ ഈ ജീവിതത്തിന്റെ അർത്ഥം അത് കണ്ടെത്തിയാൽ മതി. അതാണല്ലോ എല്ലാവരും അന്വേഷിക്കുന്നതും. എന്റെ ജീവിതത്തിന്റെ അർത്ഥം ഞാൻ കണ്ടെത്തി. ഞാൻ യേശുവിനെ കണ്ടുമുട്ടി. എല്ലാ ദിവസവും യേശുവിനു വേണ്ടി ചെയ്യാൻ എനിക്ക് ഒത്തിരി കാര്യങ്ങളുണ്ട്. പുസ്തകങ്ങൾ എഴുതുക, പാട്ടുകൾ എഴുതുക, അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ. ചിലപ്പോ മുഴുവൻ ആരോഗ്യം ഉണ്ടായിരുന്നെങ്കിൽ ഒരുപക്ഷെ ഞാനത് ചെയ്യില്ല. ഇന്നിപ്പോ ഇങ്ങനെയായതുകൊണ്ട് എനിക്കതൊക്കെ ചെയ്യാൻ സമയം കിട്ടുന്നുണ്ടല്ലോ. ഇതൊക്കെ ചേച്ചി എഴുതിയ കവിതകളാ. ഇടയ്ക്ക് എന്തെങ്കിലുമൊക്കെ കുത്തിക്കുറിക്കാറുണ്ട്. ഈ രോഗം മാറുന്നതിനേക്കാളൊക്കെ വലിയ കാര്യമാണ് നിത്യജീവനെന്ന് എനിക്ക് മനസ്സിലായി. ഇതേവരെ ഞാൻ എഴുന്നേറ്റിട്ടില്ല. പക്ഷേ എന്റെ യേശുവിന്റെ മുമ്പിലെത്തുമ്പോ ഞാൻ എഴുന്നേറ്റ് നിൽക്കും. അവന്റെ സുന്ദരമായ ആ കണ്ണുകളിലേക്ക് ഞാൻ നോക്കും. ഈ കൈകൊണ്ട് ആരെയും ഞാൻ ഇതുവരെ പിടിച്ചിട്ടില്ല. പക്ഷേ അന്ന് ഞാൻ എന്റെ യേശുവിന്റെ ആണിപ്പാടുള്ള കൈകളിൽ പിടിക്കും. ഇന്നേ വരെ ഞാൻ നടന്നിട്ടില്ല. അന്ന് ഞാൻ എന്റെ യേശുവിന്റെ കൈപിടിച്ച് സ്വർഗത്തിലൂടെ ഓടി നടക്കും. പക്ഷേ ഇവിടെ വെച്ച് തന്നെ ഒന്ന് സൂപ്പർട്ട് കാണണമെന്ന് ഒരിക്കൽ പോലും ആഗ്രഹിച്ചിട്ടില്ലേ? പിന്നെ ആഗ്രഹമൊക്കെ തോന്നിയിട്ടുണ്ട്. ദൈവത്തിനത് സാധിച്ചു തരാൻ കഴിയുമെന്ന വിശ്വാസവും ഉണ്ട്. പക്ഷേ നമ്മളെക്കാൾ നമ്മുടെ നല്ലതിന് വേണ്ടത് എന്താണെന്ന് യേശുവിനറിയാം. യേശു കുറെ പേരുടെ രോഗമൊക്കെ ഈ ഭൂമിയിൽ വെച്ച് തന്നെ സുഖമാക്കും. എന്നെപ്പോലെ ചിലരൊക്കെ സുഖമായില്ലെന്നും വരാം. അതെന്തുകൊണ്ടാണെന്ന് എനിക്കറിഞ്ഞുകൂടാ. പക്ഷേ ഒന്നെനിക്കറിയാം, യേശു അവന്റെ അടുക്കൽ വരുന്ന എല്ലാവരുടെയും ആത്മാവിനെ സൗഖ്യമാക്കുന്നു, നിത്യരക്ഷ നൽകുന്നു. അതനുഭവിക്കാൻ ഭാഗ്യം ലഭിച്ച ഞാൻ മഹാഭാഗ്യവതി തന്നെയാ. ഈ ലോകത്തുള്ള 60-80 വർഷം അത് മുഴുവൻ രോഗമായിരുന്നാൽ എന്താ? സ്വർഗത്തിൽ യേശുവുമായുള്ള നിത്യത അത് മതി. ആ പ്രതീക്ഷ അതാണ് എന്നെ ഇത്രയും സന്തോഷവതിയാക്കുന്നത്. അതുകൊണ്ട് മറ്റു രോഗികളെ പോലും ആശ്വസിപ്പിക്കാൻ എനിക്ക് സാധിക്കുന്നു. അച്ഛാ, നമുക്ക് പോവാം. ദൈവമേ,
നിന്റെ ദയ എത്ര വിലയേറിയത്. മനുഷ്യപുത്രന്മാർ നിന്റെ ചിറകിൻ നിഴലിൽ ശരണം പ്രാപിക്കുന്നു. ഞാനും ജീവൻ ആ. സ്നേഹമേ നഷ്ടമായി പോയ എന്നെ ഇഷ്ടനാക്കി പറ്റില്ല. അങ്ങനെ പറഞ്ഞ എങ്ങനാ? ഞാനിത് പല ആവർത്തി പറഞ്ഞു കഴിഞ്ഞതാ. യു മേക്കിംഗ് എ ബിഗ് മിസ്റ്റേക്ക്, സൂസൻ. അയ്യോ, സോറി. എന്നെ മുറ്റും തരുന്നില്ല. തള്ളപ്പെട്ട എന്നെ നിന്റെ പൈതലാക്കി തീർത്തുവല്ലോ. എന്റെ പാപം എല്ലാം ദേ, അമ്മച്ചിയും ചേച്ചിയും. എനിക്ക് ഉറപ്പാ ദൈവം ടോണിച്ചിനെ കൈവിടത്തില്ല. ആ, നീ ആ വെള്ളം ഇങ്ങെടുത്തേ. അയ്യോ, ഞാനത് മറന്നു. ടോണിച്ച, മോനെ ടോണി. ഒന്നുമില്ല അമ്മച്ചി. സൂസ, നീ ഒന്ന് അമ്മച്ചിയെ പറഞ്ഞ് മനസ്സിലാക്കിയേ. അമ്മച്ചി ഇങ്ങ് വന്നേ. നീ എന്തിനാ കരയുന്നത്? ഈ രോഗം എങ്ങനെയാന്ന് അറിയാവുന്നല്ലേ? അതിങ്ങിതാ. നീ വിഷമിക്കണ്ട. യേശു എന്റെ രോഗം മാറ്റിയ സ്തോത്രം. ഇനി മാറ്റിയില്ലേലും സ്തോത്രം. എനിക്കൊന്നിലും മുട്ടുണ്ടാവുകയില്ല. പച്ചയായ വെള്ളത്തിനരികിലേക്ക് അവൻ എന്നെ നടത്തുന്നു. എന്നോട് ക്ഷമിക്കണം. ഗുഡ് ഗേൾ. വൈകിയാണെങ്കിലും സത്യം പറഞ്ഞല്ലോ. ഐ സോറി സർ. എന്റെ ഉള്ളിൽ കിടന്ന് നേരുകയായിരുന്നു. ഒരു തരത്തിൽ ഞാനും. നൗ യു മേ ഗോ ടു യുവർ ക്ലാസ്. ബാക്കി ഞാൻ നോക്കിക്കോളാം. താങ്ക് യു സർ. ഐ എം സോറി ലീന. ALSന്റെ ലാസ്റ്റ് സ്റ്റേജ് സിംറ്റംസ് ആണ് ഇതൊക്കെ. ഇനി നമ്മുടെ ടോണി ബെഡിൽ നിന്ന് എഴുന്നേൽക്കണമെങ്കിൽ മേക്ക് ഹിം ഹാപ്പി ഇൻ ഹിസ് ലാസ്റ്റ് ഡേയ്സ്. ഞാൻ രാവിലെ വരാം.
പനി കോൾഡ് ഒന്നും വരാതെ നോക്കണം. ഇനിയൊരുത്തിയും ഒറ്റുകൊടുക്കാൻ ധൈര്യപ്പെടരുത്. ടിക്കറ്റ് പ്ലാൻ ചെയ്ത പോലെ ജീറ്റി പോരുത്. അവൾ ചിലപ്പോ നിവൃത്തിയോട് പറഞ്ഞായിരിക്കും. അവൾ കോളേജ് വിട്ട് പോകുന്ന വഴി ആരും ഉണ്ടാവില്ല. അല്ലെങ്കിൽ തന്നെ അത് വെറും ആക്സിഡന്റ്. നന്ദിയോടെ സ്തുതിക്കുന്നു കർത്താവേ, നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. എന്റെ ഇന്നത്തെ സന്ദേശം കേൾക്കുന്നവരിൽ ഒരാളിനോട് ദൈവത്തിന്റെ ആത്മാവ് സംസാരിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. നിങ്ങൾ തളർവാദ രോഗിയാണ്, ദീർഘനാളുകളായി കഷ്ടപ്പെടുന്നു. നിങ്ങൾ ചോദിക്കുകയാണ് എവിടെ ദൈവം? നിങ്ങൾ ചോദിക്കുകയാണ് ദൈവം എന്നെ സൗഖ്യമാക്കത്തില്ലയോ? ദൈവം നിങ്ങളുടെ നിലവിളി കേട്ടിരിക്കുന്നു. ദൈവം നിങ്ങളുടെ കണ്ണുനീർ കണ്ടിരിക്കുന്നു. ഇന്ന് അവൻ നിങ്ങളെ സൗഖ്യമാക്കുവാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾ വിശ്വസിക്കുമോ? ദൈവത്താൽ അസാധ്യമായിട്ടുള്ളത് ഒന്നുമില്ല, യാതൊന്നുമില്ല. നിങ്ങളുടെ കാലുകളിലേക്ക് കൈവയ്ക്കുക. എന്റെ കർത്താവ് ഈ സമയത്ത് തന്റെ അത്ഭുത രോഗശാന്തി നിങ്ങളുടെ കാലുകളിലേക്ക് പകരട്ടെ. നിങ്ങൾ സൗഖ്യമുള്ളവനായി തീരട്ടെ. പ്രാർത്ഥിക്കാൻ പോകുന്നു. കണ്ണുകളടച്ചാട്ട്. എന്റെ സ്വർഗസ്ഥനായ ദൈവമേ, ഈ ആളുകൾ പലയിടങ്ങളിലിരുന്ന് ഈ ടെലിവിഷനിലൂടെ ഈ സന്ദേശം കേൾക്കുമ്പോൾ രോഗികളായിട്ടുള്ളവർ ഇന്ന് സൗഖ്യമുള്ളവരായി തീരട്ടെ. അവരുടെ ക്യാൻസർ, അവരുടെ അൾസർ, അവരുടെ മെനിഞ്ചൈറ്റിസ്, അവരുടെ ചെവിയുടെ വേദന, അവരുടെ കാലിന്റെ വേദന, അവരുടെ ആർത്തറിറ്റിസ് അവരെ വിട്ട് മാറിപ്പോകട്ടെ. യേശുവിന്റെ നാമത്തിൽ ആ കാലുകൾക്ക് ബലമുണ്ടാകട്ടെ. യേശുവിന്റെ നാമത്തിൽ കൈകൾക്ക് ബലമുണ്ടാകട്ടെ. യേശുവിന്റെ നാമത്തിൽ ആ സഹോദരൻ വിശ്വാസം ഉണ്ടാകട്ടെ. എഴുന്നേൽക്കുക, നടക്കുക. യേശുവിന്റെ നാമത്തിൽ സൗഖ്യമുള്ളവനായി തീരുക. യേശുവിന്റെ നാമത്തിൽ. മോനെ, മോനെ ടോണിച്ച, മോനെ, 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 യേശുവേ സ്തോത്രം, യേശുവേ സ്തോത്രം, യേശുവേ സ്തോത്രം. നന്ദി, യേശുവേ സ്തോത്രം. പറ്റും ടോണിച്ച, പറ്റും. മോനെ, മോനെ ടോണിച്ച. സ്തോത്രം, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സ്തോത്രം.
come on. വിടുന്നവളെ വേഗം ഓട്ടോ. Come on, fast. Left. അവളുടെ വീടെത്താറായി. പിടിക്കണം അവളെ. ഓ റോഷൻ, എടാ റോഷൻ നിക്ക്. Stop. അവിടെ നിർത്താം. തേടാ. എന്താടാ? അച്ഛാ, 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 റോഷൻ, എടാ അവൾ നമ്മൾ വിചാരിച്ച പോലല്ല. നമ്മളെല്ലാം വെറുതെ വിടാൻ അവൾ പ്രിൻസിയോട് റിക്വസ്റ്റ് ചെയ്തിരിക്കുക. Is it? പപ്പ പറഞ്ഞതാ. ഞാൻ പറഞ്ഞില്ലേ, ഷീ ഈസ് എ ഗുഡ് ഗേൾ. God promise, റോഷൻ. ടോണിച്ചനെന്തേ? ഇത് അവിടെ അങ്ങനെ ഞാൻ വീണ്ടും വന്നു. മദ്യത്തിന്റെ ലഹരിയില്ലാതെ, സിഗരറ്റിന്റെ പുകമറയില്ലാതെ ഒരു സായാഹ്നം കൂടെ ആഘോഷിക്കാൻ ഞാനിപ്പോഴും ആ ചിറകിൻ മറവിൽ സുരക്ഷിതനാണ്. താങ്ക് യു ജീസസ്. നമസ്കാരം. ഞാൻ ഡോക്ടർ വില്യം ജോൺ. നിങ്ങളിപ്പോൾ കണ്ട സിനിമയിൽ കാണുന്നത് പോലെ രോഗം ബാധിച്ച് വളരെ നിരാശയിലും അപകർഷതാബോധത്തിലും കഴിയുന്ന അനേകം രോഗികളെ ദിനംതോറും കാണുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. പല രോഗങ്ങൾക്കും ഫലപ്രദമായിരിക്കുന്ന ചികിത്സകൾ ഈ ആധുനിക ലോകത്തിൽ നമുക്ക് ലഭ്യമാണെന്നുണ്ടെങ്കിലും പലപ്പോഴും പല ചികിത്സകളും പരാജയപ്പെടുകയും അനേകർ മാറാരോഗങ്ങളിൽ കഷ്ടപ്പെടുകയും ചെയ്യുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അങ്ങനെ മാറാരോഗങ്ങളിൽ കഴിയുന്ന രോഗികളിൽ പലരും നിരാശരാണ്, ദുഃഖിതരാണ്, ജീവിതത്തെ വളരെയധികം വേദനയോടുകൂടെ നോക്കിക്കാണുന്നവരാണ്. എല്ലാ രോഗങ്ങൾക്കും മരുന്നുണ്ട് എന്നുള്ളത് വെറും മിഥ്യയാണ്. രോഗികളെ ചികിത്സിക്കുവാനായിട്ട് ഡോക്ടർമാർക്ക് സാധിക്കും, മരുന്ന് കൊടുക്കുവാനായിട്ടും ഡോക്ടർമാർക്ക് കഴിയും. പക്ഷേ രോഗികളെ സൗഖ്യമാക്കുന്നത് ഒരിക്കലും ഡോക്ടർമാരല്ല, ദൈവമാണ് സൗഖ്യമാക്കുന്നത്. ദൈവത്തിന് മാത്രമേ സൗഖ്യമാക്കുവാൻ കഴിയുകയുള്ളൂ. ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞിട്ട് 18 വർഷക്കാലം തലമുറയില്ലാതെ ഞങ്ങൾ ഭാരത്താലായിരുന്നു. ഈ കാലഘട്ടത്തിൽ ഞങ്ങൾ അനേകം ട്രീറ്റ്മെൻറ്റ്, എല്ലാവിധ ട്രീറ്റ്മെൻറ്റും ചെയ്തു. ടെസ്റ്റ് ട്യൂബ് ബേബി 5 ടൈംസ് ഞങ്ങൾ അറ്റംപ്റ്റ് ചെയ്തു. എങ്കിലും അതൊക്കെയും
ഫെയിലായിട്ടാണ് ഞങ്ങൾക്ക് അനുഭവപ്പെട്ടത്. മിററിൽ എൻ്റെ പ്രതിബിംബം കാണുമ്പോഴൊക്കെയും ഞാൻ എൻ്റെ പ്രതിബിംബത്തോട് പറയും, നീ നിശ്ചയമായും ഒരു അമ്മയാകുമെന്ന്. അതുപോലെ 2007 ഞാനൊരു കുഞ്ഞിൻ്റെ ഫോട്ടോ എടുത്ത് എൻ്റെ ബൈബിളിൽ വെച്ച് ഏകദേശം ഒരു വർഷക്കാലം 2007 ഫെബ്രുവരിയിൽ ഞാൻ ആ ഫോട്ടോ വെച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങി. ദൈവമേ, ഇതുപോലൊരു കുഞ്ഞിനെ എനിക്ക് ദൈവം നൽകണമേ എന്ന് പ്രാർത്ഥിക്കാമായിരുന്നു. എന്നെ സ്കാൻ ചെയ്തിട്ട് ഡോക്ടർ പറഞ്ഞത് പ്രായം മുമ്പോട്ടായതുകൊണ്ട് ഓവറിയൊക്കെയും ചുരുങ്ങിപ്പോയി, ഇനി ഒരു തലമുറ ഉണ്ടാകാൻ ബുദ്ധിമുട്ടാണ്, ഉണ്ടായാൽ അത് വൈകല്യമുള്ളതായിരിക്കും. ഇന്ത്യൻ ഇവാഞ്ചലിക്കൽ ടീമിൽ ഇറക്കിയൊരു പാട്ടുണ്ട്, എഴുന്നേൽക്ക എഴുന്നേൽക്ക എന്നുള്ള. ആ പാട്ടിലെ ഒരു ചാൻസ് ഇങ്ങനെയാണ്: ശരീരമേ ജീവൻ പ്രാപിക്കുക, കുറവുകൾ നീങ്ങി ജീവൻ പ്രാപിക്കുക. ആ പാട്ട് ഞാൻ അല്പം ചേഞ്ച് ചെയ്ത് ഗർഭപാത്രമേ ജീവൻ പ്രാപിക്കുക, കുറവുകൾ നീങ്ങി ജീവൻ പ്രാപിക്കുക എന്ന് ചേഞ്ച് ചെയ്ത് അത് മിക്കവാറും പാടിക്കൊണ്ടായിരുന്നു. എൻ്റെ ശരീരത്തിലെ കുറവുകൾ നീങ്ങി ഒരു പ്രത്യുൽപാദന ശക്തി ഉണ്ടാകുവാനായിട്ട് ഞാൻ എൻ്റെ ശരീരത്തോടെ പറഞ്ഞുകൊണ്ടിരുന്നു. അത്ഭുതം എന്ന് പറയട്ടെ, 2008 ഫെബ്രുവരി 29 തന്നെ ദൈവം ഞങ്ങൾക്ക് ആരോഗ്യമുള്ള ഒരു പൈതലിനെ തന്നു. മോള് ജനിച്ച് 8 വയസ്സായ സമയം മുതലാണ് അവൾക്കൊരു ചരിവുണ്ടായിരുന്നു, ഇടതുവശത്തോട്ടൊരു ചരിവുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കൊണ്ടുവന്ന് ഡോക്ടറെ കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു, കുഴപ്പമില്ല, കൊച്ചത്തിൽ കൂടെ ആകുമ്പോഴത്തേക്ക് അത് നേരെ ആയിക്കോളും. അത് വളർന്നു വരുന്തോറും ആ ചരിവ് അങ്ങനെ കൂടി വരുമായിരുന്നു. സ്കാൻ ചെയ്തപ്പോഴത്തേക്കും ഡോക്ടറിനെ കണ്ടുപിടിച്ചത് ഇടത് കാലിന് നീളം കുറവ് കാരണമാണ് കുഞ്ഞിങ്ങനെ ചരിഞ്ഞ് പോയാണ് നട്ടലിനങ്ങനെ വളവ് സംഭവിച്ചതെന്നും പറഞ്ഞു. അങ്ങനെ ഡോക്ടർ മുഖേന ഈ ചെരുപ്പ് അവിടെ നിന്ന് തന്നെ ചെയ്യിപ്പിച്ച് തരികയും ഈ ചെരുപ്പ് ഇട്ടുകൊണ്ടിരുന്നത്. 4 മാസത്തോളം ആ ചെരുപ്പ് ധരിച്ചിരിക്കുകയായിരുന്നു. അങ്ങനെയായിരുന്ന സമയത്താണ് പഞ്ചായത്ത് ഹാളിൽ ജോയ് പാസ്റ്റർ യോഗ നടക്കുന്നതെന്ന് അറിയുകയും അവിടെ വരികയും ചെയ്തു. അപ്പോൾ ആ പ്രസംഗ സമയത്ത് തന്നെ ഞാൻ മോളോട് പറയുകയുണ്ടായി, മോള് നല്ലപോലെ പ്രാർത്ഥിക്കുക, ദൈവത്തെ കൊണ്ട് കഴിയാത്തൊന്നുമില്ല, ഈ ചെരുപ്പ് ഇട്ടില്ലേലും ദൈവം സുഖം കൊടുത്താലേ കാര്യമുള്ളൂ, ഈ ചെരുപ്പിട്ടെന്ന് പറഞ്ഞിട്ട് വളർച്ചയൊന്നും വരത്തില്ല, ദൈവം സുഖം തന്നാലേ ഉള്ളൂ, മോള് പ്രാർത്ഥിക്കുന്നു പറഞ്ഞു. ഞാൻ കുറച്ച് കഴിഞ്ഞ് നോക്കിയപ്പോൾ കണ്ണീന്ന് ഇങ്ങനെ വെള്ളം വരാൻ തുടങ്ങി. അവള് പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. പ്രാർത്ഥന തീർന്ന് ഞാൻ ജോയ് പാസ്റ്ററിനടുത്ത് പ്രാർത്ഥനയ്ക്കായിട്ട് കൊണ്ടുപോയി പാസ്റ്ററിനടുത്ത് കാര്യം പറയുകയും പാസ്റ്റർ തലയെ കൈ വെച്ച് പ്രാർത്ഥിച്ചു. അതിനുശേഷം 2 കാലും നല്ലപോലെ ഉറച്ചു നിൽക്കാൻ സഹായിച്ചു. അതിനുശേഷം ഇതുവരെ ആ ചെരുപ്പ് ഉപയോഗിച്ചിട്ടില്ല. അവൾ മറ്റേ സാധാരണ ചെരുപ്പ് ഇട്ടുകൊണ്ട് തന്നെ നടക്കുന്നത്. ദൈവം 3 സെന്റിമീറ്റർ കാലിന് നീളം വയ്ക്കാൻ ദൈവം സഹായിച്ചു. ഞാൻ 7ാം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴായിരുന്നു എനിക്ക് ഈ ചെരുപ്പ് ഇടാൻ വേണ്ടി കിട്ടിയത്. ആ സമയത്ത് ഈ PT പീരീഡിനൊന്നും എനിക്ക് ഓടിക്കളിക്കാനൊന്നും പറ്റില്ല. ഞാൻ ജോയി അങ്കിളിൻ്റെ അടുത്ത് പ്രാർത്ഥിക്കാൻ വേണ്ടി പോയപ്പോഴത്തേന് ദൈവം തണുപ്പ് കൊണ്ട് ഞാനിങ്ങനെ മറിഞ്ഞ് ബാക്കിലോട്ട് പോവുകയും അങ്ങനെ എനിക്ക് അവിടെ തറയിൽ നിൽക്കാൻ പറ്റാത്ത ഒരു അവസ്ഥ ഉണ്ടാവുകയും ചെയ്തു. ദൈവം നിങ്ങൾക്ക് ആവശ്യം വന്നത് നിങ്ങളുടെ ആവശ്യങ്ങളും പ്രാർത്ഥനകളും ദൈവം നിങ്ങൾക്കും മാറ്റിത്തരുമെന്ന് എനിക്ക് നല്ല വിശ്വാസമുണ്ട്. കർത്താവിൽ പ്രിയരെ, 2000-2001 വർഷങ്ങളിലൊക്കെയും ഞാൻ വളരെ രോഗത്തിന്റെ ഭാരത്താൽ ആയിരുന്നു. എൻ്റെ വായ്ക്കകത്ത് ഇങ്ങനെ ഒരു മുഴ ഉണ്ടായിട്ട് അത് മോണരോഗമെന്ന് കരുതി പല ചികിത്സകൾ ചെയ്ത് 1 വർഷത്തോളം ചികിത്സിച്ച് അതിങ്ങനെ പഴുത്ത് വളരെ ഭാരത്തിന്റെ നടുവിലായി. അത് പിന്നത്തെ ടെസ്റ്റ് ചെയ്തപ്പോൾ അത് ക്യാൻസർ രോഗമെന്ന് മനസ്സിലാക്കുവാൻ സാധിച്ചു. അങ്ങനെ ഇരിക്കുമ്പോൾ വളരെ ഭാരത്തിന്റെ നടുവിൽ ഞാൻ ഒരു മീറ്റിങ്ങിൽ ഇങ്ങനെ ബ്രദർ PG വർഗീസ് അവരുടെ കൂട്ടായ്മയിൽ പോവുകയും കണ്ണീരോടെ പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നതായ സമയമായിരുന്നു. രോഗത്തിന്റെ 28ാമത് ഉറിയാക്കോട് ഡിസ്ട്രിക്ട് ഐക്യ കൺവെൻഷൻ സമയത്ത് ഞാൻ 3 ദിവസം വളരെ പ്രാർത്ഥനയോടുകൂടെ ആരാധനയിൽ കടന്നുപോയി. 3ാം ദിവസം രാത്രിയിൽ പ്രാർത്ഥന വേളയിൽ ബ്രദർ ഇപ്രകാരം ഇങ്ങനെ വിളിച്ചു പറഞ്ഞു, ഒരു രോഗി കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്, വായുടെ വലതുവശം ഇപ്പോൾ എഴുന്നേറ്റ് പ്രാർത്ഥിച്ചാൽ വിടുതലുണ്ട് എന്ന്. ഞാൻ ആ സമയം തന്നെ എഴുന്നേറ്റ് കരം ഉയർത്തി പ്രാർത്ഥിക്കുകയും ആ അങ്കണത്തിലുണ്ടായിരുന്ന എല്ലാവരും എനിക്ക് വേണ്ടി ആത്മാർത്ഥതയോടെ പ്രാർത്ഥിക്കുകയും പ്രാർത്ഥന കഴിഞ്ഞതായ സമയം എൻ്റെതായ വായിക്കകത്തുള്ളതായ ആ പ്രയാസം എനിക്ക് വ്യത്യാസമുള്ളതായിട്ട് ശരീരത്തെ ഞാൻ അനുഭവിച്ചറിയുകയും ചെയ്തു. ആ സമയം തന്നെ ഞാൻ വേഗത്തിൽ മുന്നോട്ട് ഓടി
ചെന്ന് സാക്ഷ്യം പറയുകയുണ്ടായി. മാത്രമല്ല ആ സമയം തന്നെ ഞാൻ വളരെ വിശ്വസിച്ച് ചർച്ചാങ്കണത്തിലും പരിസരത്തു നിന്ന് എല്ലാവരോടും കർത്താവിനെ സൗഖ്യമാക്കി എന്ന് പറഞ്ഞു. നേരത്തെ എന്നെ രോഗിയായി കണ്ടവർക്ക് എല്ലാവർക്കും വളരെ അത്ഭുതവും വിടുതലുമായിരുന്നു. ഞാനിപ്പോൾ അതിനുശേഷം വളരെ വിശ്വാസത്തോടുകൂടെ കർത്താവിന്റെ വേലയിൽ വ്യാപൃതയായിരിക്കുന്നു. ആയുസിന്റെ എല്ലാ നാളും കർത്താവിനെ സാക്ഷിച്ചുകൊണ്ട് ജീവിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എന്റെ സാക്ഷ്യം കേൾക്കുന്ന ആരെങ്കിലും നിരാശയുടെ വക്കിലോ മാറാരോഗത്തിന്റെ നടുവിലായിരിക്കുന്നെങ്കിൽ സർവശക്തനായ യേശു നിങ്ങൾക്ക് സൗഖ്യം തരാൻ ബാധ്യസ്ഥനാണ്. അവന്റെ കരങ്ങൾ നിങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിച്ചു കൊടുക്കുക. എന്നെ രക്ഷിച്ച ദൈവം നിങ്ങളെ സൗഖ്യമാക്കും. ഏവർക്കും യേശു സൗഖ്യം നൽകുന്നു എന്നുള്ളത് നാം അറിയുന്ന ഒരു സത്യമാണ്. യേശു പാപികളെ സ്നേഹിക്കുകയും പാപികളെ രക്ഷിക്കുകയും രോഗികളെ സൗഖ്യമാക്കുകയും ചെയ്യുന്നു. ഒരുപക്ഷെ തന്നെ വെറുക്കുന്നവരെ പോലും തന്നിൽ നിന്ന് അകന്നു നിൽക്കുവാൻ ശ്രമിക്കുന്നവരെ പോലും കർത്താവ് കൈവിടുന്നില്ല എന്നുള്ളതാണ് ടോണി എന്ന കഥാപാത്രത്തിലൂടെ നാം കണ്ടത്. ടോണി ദൈവത്തെ വെറുത്ത ഒരു വ്യക്തിയാണ്. തന്റെ ജീവിതത്തിന്റെ ഭാരങ്ങളെ നോക്കി നെടുവേർപ്പെട്ട് തന്റെ ജീവിതത്തെ പല പ്രാവശ്യം അവസാനിപ്പിക്കുവാൻ ശ്രമിച്ച ഒരു വ്യക്തിയാണ്. പക്ഷേ ടോണിയെയും ദൈവം സ്നേഹിച്ചു. രോഗം വരുന്നത് ശാപം മൂലമാണെന്നും രോഗങ്ങൾ മാറാത്തവരെല്ലാം ശപിക്കപ്പെട്ടവരാണെന്നും കരുതുന്ന ഒരു തലമുറ ഇന്നുമുണ്ട്. പ്രത്യേകിച്ച് ക്യാൻസർ പോലുള്ള മഹാരോഗങ്ങൾ, പോളിയോ ബാധിച്ച് കിടക്കയിൽ നിന്ന് എഴുന്നേൽക്കുവാൻ ജീവിതത്തിൽ ഒരിക്കലും കഴിയാത്ത സിസ്റ്റർ സരസ്വതി തോമസിനെ പോലെയുള്ള വ്യക്തികളുടെ ജീവിതങ്ങൾ, ഇങ്ങനെയുള്ള ജീവിതങ്ങൾ കാണുമ്പോൾ ഇതെന്തോ മുൻജന്മ ശാപമാണ് എന്ന് പലരും തെറ്റിദ്ധരിക്കാറുണ്ട്. എന്നാൽ സരസുവിന്റെ ജീവിതത്തിലൂടെ നമുക്ക് രോഗത്തിന്റെ കാരണങ്ങളെക്കുറിച്ച് വളരെ വ്യക്തമായി മനസ്സിലാക്കുവാനായിട്ട് സാധിച്ചിട്ടുണ്ട്. ചില രോഗങ്ങൾ ദൈവനാമത്തിന്റെ മഹത്വത്തിനായിട്ട് ദൈവം ഉപയോഗിക്കുന്നു എന്നുള്ളത് ഒരു സത്യമാണ്. രോഗം ബാധിച്ച് രോഗം പൂർണ്ണമായിട്ട് ഭേദമായി ഇല്ല എങ്കിൽ തന്നെയും അവരുടെ ജീവിതത്തിലൂടെ അനേകം വൻകാര്യങ്ങളെ ചെയ്യുവാനായിട്ട് ദൈവത്തിന് സാധിക്കും. അവരിലൂടെ അനേകർക്ക് ആശ്വാസം പകരുവാനായിട്ട് ദൈവത്തിന് കഴിയും എന്നുള്ളത് സിസ്റ്റർ സരസ്വതി തോമസിന്റെ വാക്കുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിഞ്ഞ ഒരു യാഥാർത്ഥ്യമാണ്. അവർ ജീവിക്കുന്ന ഒരു അത്ഭുത പ്രതിഭാസമാണ് ദൈവത്തിന്റെ കൃപയാൽ. അതുകൊണ്ട് തങ്ങളുടെ രോഗങ്ങളിൽ നിന്ന് പൂർണ്ണ സൗഖ്യം പ്രാപിക്കുവാൻ സാധിക്കാത്തവർ ഒരിക്കലും നിരാശപ്പെടരുത്. നിങ്ങൾക്ക് പ്രതീക്ഷയ്ക്ക് വകയില്ല എന്നുള്ളതല്ല അതിന്റെ അർത്ഥം. ധൈര്യമായിട്ട് രോഗസൗഖ്യത്തിനായിട്ട് പരിശ്രമിക്കുക. മരുന്നും ഡോക്ടറും ആശുപത്രിയുമെല്ലാം ദൈവത്തിന്റെ ദാനമാണ്. അതുകൊണ്ട് അത് ഉപയോഗിക്കുന്നതിൽ ഒരു തെറ്റുമില്ല. എന്നാൽ എല്ലാ വൈദ്യശാസ്ത്രത്തിനും അപ്പുറമായിട്ട് ഒരിക്കലും ഭേദമാകാത്ത രോഗങ്ങൾ അനവധിയുണ്ട്. ഈ രോഗങ്ങളെല്ലാം അത്ഭുതകരമായിരിക്കുന്ന രോഗശാന്തിയിലൂടെ പലപ്പോഴും ആശ്വാസം കണ്ടെത്തുവാനായിട്ട് പലർക്കും സാധിച്ചിട്ടുണ്ട് എന്നുള്ളത് ഞാൻ എൻ്റെ ജീവിതത്തിൽ അറിഞ്ഞിട്ടുള്ള അനുഭവിച്ചിട്ടുള്ള ഒരു യാഥാർത്ഥ്യമാണ്. ഈ ആശ്വാസം നേടിയെടുക്കുവാൻ ഒരു പ്രത്യേകമായിരിക്കുന്ന വരമോ കഴിവോ ഭക്തിയോ അങ്ങനെ ഒന്നും ആവശ്യമില്ല. നാം യേശുവിന്റെ അടുക്കൽ ചെല്ലുക എന്നുള്ളത് മാത്രമാണ് ആവശ്യം. നമ്മുടെ ജീവിതത്തിന്റെ അവസ്ഥ എന്താണ് എന്ന് മനസ്സിലാക്കി നാം കർത്താവിനോട് നമ്മുടെ ആവശ്യങ്ങൾ അറിയിക്കുക. നോക്കുക, ഈ ലോകത്തിൽ വന്ന കർത്താവ് ഈ ലോകത്തിലുള്ള സർവ്വജനങ്ങളെയും തന്റെ അരികിലേക്ക് വിളിക്കുകയാണ്. നമുക്കറിയാമല്ലോ, അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ നിങ്ങളെല്ലാവരും എന്റെ അടുക്കൽ വരുവൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം എന്ന്. അധ്വാനിക്കുന്ന ക്രിസ്ത്യാനികളെ, ഭാരം ചുമക്കുന്ന ക്രിസ്ത്യാനികളെ എന്നല്ല യേശു വിളിക്കുന്നത്. വിശ്വാസികളെയും വിശുദ്ധന്മാരെയും അല്ല യേശു വിളിക്കുന്നത്. ഈ ലോകത്തിൽ ഭാരപ്പെടുന്ന, വേദന അനുഭവിക്കുന്ന എല്ലാ വിഭാഗം ജനങ്ങളെയും അവരുടെ പഴയകാല ചരിത്രം എന്താണ് എന്ന് ചികഞ്ഞു നോക്കാതെ അവരുടെ ജീവിതത്തിന്റെ ആവശ്യങ്ങളിൽ അവർ വേദന അനുഭവിക്കുമ്പോൾ ആശ്വാസത്തിനായിട്ട് കർത്താവ് അവരെ മാടി വിളിക്കുകയാണ്. പാപത്തിൽ വഴുതി വീണു പോകുവാൻ സാധ്യതയുള്ള ഒരു ലോകത്തിലാണ് നാം ജീവിക്കുന്നത്. പാപം നമ്മെ ചുറ്റുനിന്നും മാടി വിളിക്കുന്നുണ്ട്. പ്രലോഭനങ്ങളാണ് നമ്മുടെ ചുറ്റുപാടും. നമ്മുടെ ഏറ്റവും അടുത്ത കൂട്ടുകാർ പോലും താൽക്കാലികമായിരിക്കുന്ന ലാഭങ്ങൾക്ക് വേണ്ടിയും നൈമിഷികങ്ങളായിരിക്കുന്ന സുഖങ്ങൾക്ക് വേണ്ടിയും നമ്മെ മാടി വിളിച്ച് പാപത്തിലേക്ക് തള്ളിവിടുന്ന ചിത്രം സൂസന്റെ കഥാപാത്രത്തിലൂടെ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. എത്ര അത്ഭുതകരമായിട്ടാണ് സൂസൻ അതിൽ നിന്ന് രക്ഷപ്പെടുന്നത് എന്നോർക്കുക. പാപത്തിൽ വീണുപോകാതിരിക്കുവാനായിട്ട് പ്രത്യേകം നാം ശ്രദ്ധിക്കേണ്ടത് ആവശ്യമാണ്. അങ്ങനെ വീണുപോകാതിരിക്കുവാൻ നമ്മുടെ കഴിവുകൾ കൊണ്ടൊരിക്കലും സാധ്യമല്ല. നമ്മുടെ വീഴാതെ നിർത്തുന്നത് യേശുവിന്റെ കൃപയാണ്. അതുകൊണ്ട് യേശുവിന്റെ അരികിലേക്ക് അടുത്തു വരിക. വിശുദ്ധിയിൽ ജീവിക്കുവാനായിട്ടുള്ള വഴികളെ കർത്താവ് നമുക്ക് കാണിച്ചു തരും. വിശുദ്ധിയിൽ വളരുവാനായിട്ടുള്ള കൃപകളെ കർത്താവ് നമുക്ക് തരും. അങ്ങനെയുള്ളൊരു ജീവിതത്തിലൂടെ ഒരു വിശുദ്ധ ക്രിസ്തീയ ജീവിതം നയിക്കുവാനും
അത്ഭുതകരമായിരിക്കുന്ന രോഗശാന്തി പ്രാപിച്ച് ആശ്വാസം കണ്ടെത്തി സമാധാനത്തോടുകൂടി ജീവിക്കുവാനും നമുക്ക് ജീവിതത്തിൽ അവസരം ലഭിക്കും. ഇന്നും നിരാശയിലും വേദനയിലും കണ്ണുനീരിലുമായിരിക്കുന്ന പ്രിയമുള്ളവരെ, നിങ്ങൾക്കിതാ ഒരു അവസരം കൂടെ ലഭിക്കുകയാണ്. നിങ്ങൾ എന്തെല്ലാം പരീക്ഷണങ്ങൾ നടത്തി നോക്കിയിട്ടുണ്ട്. ഈ കർത്താവിന്റെ സന്നിധിയിലേക്ക് നിങ്ങൾ അടുത്തു വന്ന് ഈ കർത്താവിനോടൊന്ന് പ്രാർത്ഥിച്ച് ആ ഒരു പരീക്ഷണം കൂടെ നിങ്ങൾ നടത്തി നോക്ക്. തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് ആശ്വാസം കണ്ടെത്തുവാനായിട്ട് സാധിക്കും. അതിന് ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കുമാറാകട്ടെ.